നമസ്കാരം, ഞാൻ നിജീബ് ഓടത്തില. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നതേ കല്യാണ വീട്ടിലെ മീൻ മുളകിട്ടതാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ. 30 കിലോ കേരയുടെ മുളകിട്ടതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു 2 കിലോ വെളിച്ചെണ്ണ കേട്ടോ. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇനി അതിലേക്ക് ഉലുവ കേട്ടോ. ഉലുവ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ എല്ലാം. അതിലേക്ക് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയേ, അതിലേക്ക് അരിഞ്ഞ തക്കാളി കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞ തക്കാളി, മല്ലിപ്പൊടി കേട്ടോ, വളരെ കുറച്ചേ ചേർക്കുള്ളൂ. 30 കിലോത്തിന് ഒരു 1/4 കിലോ മല്ലിപ്പൊടിയെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് 1.5 കിലോ കാശ്മീരി ചില്ലി പൗഡർ കേട്ടോ. പൊടി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ തന്നെ നമുക്ക് 1 കിലോ കുടംപുളിയുടെ വെള്ളം കേട്ടോ, നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചാണേ, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കല്ലുപ്പ് കേട്ടോ ആവശ്യത്തിന്. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് മീനിടാവേ. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ മീൻ സെറ്റായിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യണം കേട്ടോ. അങ്ങനെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. എണ്ണ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ എണ്ണ മൊത്തം നന്നായിട്ട് തെളിയും. അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഫൈനൽ ഘട്ടം നമുക്ക് നോക്കാം. ആഹാ, പീസൊന്നും പൊടിഞ്ഞിട്ടുമില്ല. നല്ല പൊളപ്പനായിട്ട് ഇടയ്ക്കാം കേട്ടോ. ആഹാ, പൊളപ്പ സാധനം. കപ്പ ചാറുമായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട്. ആ എൻ്റെ സാറേ, മീൻകറി സൂപ്പറാടാ. ആ കുഴപ്പം സാധനം കേട്ടാ. ഇങ്ങനെ നമസ്കാരം, ഞാൻ നിജീബ് ഓടത്തില. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നതേ കല്യാണ വീട്ടിലെ മീൻ മുളകിട്ടതാണ് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് നോക്കിയാലോ.